എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഒറിഗാമിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ആദ്യം ഉണ്ടാക്കുന്ന ടൈപ്പ് ബോട്ടിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ബോട്ടിലോട്ട് വന്ന അവസാനം ഒരു റിയൽ ലൈഫ് ഡിസൈനിലോട്ട് എത്തുന്ന ഒരു ഒറിഗാമിയുടെ ഒരു എവല്യൂഷൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആരംഭിക്കാം. നമുക്ക് ആദ്യം ഈ മോഡലുകളൊക്കെ ഒരു സൈഡിലേക്ക് വയ്ക്കാം. നമുക്ക് ആരംഭിക്കാം. വളരെ ഈസിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ 30 സെക്കൻഡ് ചെയ്യാൻ പറ്റുന്ന ഒറിഗാമി മോഡലുകളിലൊന്നാണ് ഈ പറഞ്ഞ വഞ്ചി എന്ന് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞു. ഒരു ബോട്ട് വളരെ ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ മോഡലിൻ്റെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണാം, ഈ മോഡലിനുള്ളിൽ തന്നെ ഇതുപോലൊരു ഭാഗം ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഈ ഒരു ഭാഗമുണ്ട്, ഇതുപോലൊരു ഹമ്പ് ഉണ്ട്, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ മോഡൽ നോക്കിയാൽ കാണാം, നമുക്കിപ്പോൾ അത് ഇതുപോലുള്ള ഭാഗമൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇത് ശരിക്കും നമ്മൾ വെള്ളത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വെള്ളം കയറാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ഒരു മോഡലിലോട്ട് പോവാം. നമ്മളിതിപ്പോൾ ഇവിടെ വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു പ്രശ്നമില്ലാത്ത, വെള്ളത്തിലിട്ടാലും പ്രശ്നമില്ലാത്തൊരു ടൈപ്പ് മോഡലാണിത്. ഇതുപോലെ സൈഡിലൊരു ഫ്ലാപ്പ് ഇളകി നിൽക്കുന്നില്ല, രണ്ട് വശവും ക്ലീൻ ആയിട്ടുള്ളൊരു മോഡലാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പേപ്പറാണ്. അതായത് ഒരു സ്ക്വയർ ആയിട്ടുള്ള പേപ്പറല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ന് കിട്ടുന്ന A4 ഷീറ്റോ അല്ലെങ്കിൽ A4 ഷീറ്റിൻ്റെ പകുതിയാക്കിയാലോ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിൽ നിന്ന് എടുക്കുന്ന നോർമൽ പേപ്പറെല്ലാം ഈ ഒരു റേഷ്യോയിലുള്ള പേപ്പറായിരിക്കും. നമുക്കത് തുടങ്ങാം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാം, നമ്മുടെ പഴയ മോഡലിനെ പോലെ ഇതുപോലൊരു ഫ്ലാപ്പ് ഇതിലില്ല. ഇതൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മോഡലാണ്. പക്ഷേ അതേസമയം ഈ മോഡലിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമ്മളിത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തില്ല അല്ലേ. മാത്രമല്ല, നമുക്ക് കണ്ടിട്ടുള്ള ഒരു ബോട്ടിലും അല്ലെങ്കിൽ തോണി വഞ്ചിയിലൊന്നും തന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അടുത്ത മോഡലായ ഇതിലേക്ക് എത്തുന്നത്.